ഞാൻ ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, ഞാൻ സാധാരണക്കാരന്. എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല അതിലെന്ത് ഇൻസ്പെക്ടർ? ഈ നാട്ടുകാരുടെ ബന്ധുക്കളുടെ ഒക്കെ പരിഹാസം കൊണ്ട് മാത്രമാണ് ഞാൻ ലൈവ് ഇട്ടത്. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? എനിക്ക് എത്രയും പെട്ടെന്നൊരു വിവാഹം കഴിക്കണം. അല്ലാണ്ട് എനിക്ക് കിട്ടാൻ പൊട്ടിരിക്കുന്നതുമല്ല. നമ്മൾ സിഗരറ്റ് വലിക്കില്ല, പിന്നെ മദ്യവെക്കില്ല, പിന്നെ സിഗരറ്റ് വലിക്കണതൊക്കെ കാണിക്കണത് വെറുതെ റീലൊക്കെ കാണിക്കണം. ഞാൻ വലിക്കാറൊന്നുമില്ല. സ്വന്തമായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. വീട്ടില് സർവന്റിന്റെ ആവശ്യമില്ല. എച്ചിൽ പാത്രം കഴുകും, നിലം തുടക്കും, വിറക് കീറും, വെള്ളം കോരും. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ അലക്കാനും ഉണക്കാനും പിന്നെ അയൺ ചെയ്യാനും പിന്നെന്താ പറയാ പാചകം ചെയ്യാനും ഒക്കെ എനിക്കറിയാം. എന്തായാലും മാർച്ച് 1 മുതൽ എന്തായാലും റിയൽ പെണ്ണുകാണലും ഉണ്ടാവും. എന്തായാലും ഇവക്കൊരു മൊട്ടനാടിനെ കണ്ടുപിടിക്കേണ്ടി വരും. എന്നാലും ഇതിന് കരച്ചിൽ നിർത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ നാട്ടിൽ തന്നെ ഞാൻ പോകും. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഇനി ഒന്നുകൂടെ വയ്യ. ഇനി ഈ നശിച്ച നാട്ടിലേക്ക് ഞാൻ ഇല്ല. പക്ഷെ പലരും ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന് പെട്ട് കിട്ടുമെന്ന് പറയുന്നത്. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണം. ഒരുപാട് പെണ്ണുങ്ങൾ സംസാരിക്കും. പക്ഷെ കല്യാണത്തിന്റെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ അവനൊരു കോമാളി, അവനൊരു കോമിക് അല്ലെങ്കിൽ കോമഡി. ഇനിയിപ്പോ നേരിട്ട് മാട്രിമോണിയും ബ്രോക്കർ വഴിയൊക്കെ പോയി നോക്കും. ഓ എന്നാ പിന്നെ പേടിക്കണ്ട, മരിക്കുന്നതിന്റെ തലേ ദിവസം ഓർഡർ വരും. എന്നിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യില്ല. നമുക്ക് ഒരുപാട് ലേഡി സുഹൃത്തുക്കളുണ്ട് മനസ്സുകൊണ്ട് ഷെയർ ചെയ്യാനായിട്ട്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അല്ലാണ്ട് എനിക്ക് കിട്ടാൻ പൊട്ടിരിക്കുന്നതുമല്ല. നിങ്ങളെല്ലാരും എന്തുണ്ടാക്കാൻ എന്നെ നോക്കുന്നു? തൽക്കാലം നിങ്ങൾ എന്തെങ്കിലും ചെയ്യരുത്. ഈ അലവനാദിയായിട്ട് വണ്ടി കെട്ടിയതും പോരാഞ്ഞിട്ട് ഇനി അതിനുവേണ്ടി മാമാപ്പണിയും കൂടി ഞാൻ ചെയ്യാടാ.